ഞാൻ പറഞ്ഞല്ലോ അരുൺ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മാളുവിനോട് ഞങ്ങൾക്ക് ഈ കാര്യം സംസാരിക്കാൻ തന്നെ പേടിയാ. അത് വേറൊന്നും കൊണ്ടല്ല, അവളൊന്ന് നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഇതുപോലൊരു കാര്യം സംസാരിച്ച് അവളെ മൂഡൌട്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ. അതെന്താ അങ്കിൾ, എന്റെ കാര്യം പറയുമ്പോൾ മാത്രം മാളവികയ്ക്ക് മൂഡൌട്ട്? ക്ലാസ്സിലും ക്യാമ്പസിലും മറ്റു കുട്ടികളോട് മാളവിക വളരെ നോർമലായിട്ടാണല്ലോ പെരുമാറുന്നത്. പിന്നെന്താ എന്റെ കാര്യത്തിൽ മാത്രം ഒരു എക്സെപ്ഷൻ? മറ്റുള്ളവരുടെ കാര്യം പോലെ അല്ലല്ലോ അരുണിന്റെ കാര്യം. അപ്പുവും മാളുവും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മുറിയാൻ പ്രധാന കാരണം അരുണിന്റെ ഈ പ്രപ്പോസലാണെന്ന് മാളു ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു പരിഭവവും പിണക്കമൊക്കെ അവൾക്ക് തന്നോട് തോന്നുക സ്വാഭാവികമല്ലേ. അതൊക്കെ ഒന്ന് മാറി വരാൻ കുറച്ച് സമയമെടുക്കും. അരുൺ, താൻ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് മാളുവിൻ്റെ കാര്യത്തിൽ ഇൻവോൾവ് ആവുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളെ നിർബന്ധിച്ച് ഈ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് റിസ്ക്കാണ്. ഏതായാലും നമ്മുടെ മുന്നിൽ സമയമുണ്ടല്ലോ. ആദ്യം രണ്ടുപേരുടെയും കോഴ്സ് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. എന്താ അരുൺ? ഓക്കെ, കോഴ്സ് കഴിയുന്നിടം വരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. പക്ഷേ എൻ്റെ ഈ കാത്തിരിപ്പ് വെറുതെ ആവില്ലെന്ന് അങ്കിളിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടിയാൽ മതി. അതിന് അങ്കിൾ തയ്യാറാവണം. സോറി അരുൺ, ഇപ്പം അരുൺ അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല അങ്കിൾ? അതിനർത്ഥം അങ്കിളിന് ഇപ്പം ഈ ബന്ധത്തിൽ താല്പര്യമില്ലെന്നല്ലേ? നോക്ക്, അരുൺ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. താല്പര്യക്കുറവുകൊണ്ടല്ല ഞാൻ തനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അല്ലെങ്കിലും മാളുവിൻ്റെ താല്പര്യം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഈ കാര്യത്തിൽ എൻ്റെ ഇഷ്ടത്തിന് പ്രസക്തി. ഇനി അരുണിന് ഞാൻ വാക്ക് തന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. കോഴ്സ് കഴിഞ്ഞിട്ടും മാളുവിന് തന്നോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റമൊന്നും വന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? തന്നോട് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അബദ്ധമായി പോവില്ലേ? അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉറപ്പ് ഇപ്പം എനിക്ക് അരുണിന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്കിൾ. ഇക്കാര്യത്തിൽ മാളവികയുടെ അങ്കിളിന്റെ ഒക്കെ മനസ്സ് ഏകദേശം ഒരുപോലെയാ. സാരമില്ല, അങ്കിളിന്റെ മോളെ ഇഷ്ടപ്പെട്ടു പോയി എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്റെ ഇഷ്ടം ജെന്യൂൻ ആയതുകൊണ്ട് ഞാൻ അത് ഡയറക്റ്റ് ഒരു പ്രപ്പോസലായി നിങ്ങളുടെ മുന്നിൽ വെച്ചു. അന്ന് മാളവിക അങ്കിളോ ഒരു ഒബ്ജക്ഷൻ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ വീട്ടുകാരെ കൂടി ഞാൻ ഇതിലേക്ക് വലിച്ചെടുക്കില്ലായിരുന്നു. അതുപോട്ടെ, എന്റെ ചേച്ചിയും അളിയനൊക്കെ ഈ കാര്യത്തിൽ ഒരുപാട് ഇൻസൾട്ടഡ് ആയിട്ടും ഇപ്പോഴും ഞാൻ ഈ പ്രപ്പോസലിൽ പ്രതീക്ഷ വെക്കുന്നത് മാളവികയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ട് തന്നെയാണ്. പക്ഷേ അങ്കിള് കൂടി ഇപ്പം ഇങ്ങനെ സ്കിപ്പാവാൻ നോക്കുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഇനി വലിയ പ്രസക്തി ഇല്ലെന്ന് മനസ്സിലായി. ഹേയ് അരുൺ, ഞാൻ പറഞ്ഞത് താനെന്താ അതിൻ്റെ ഒരു സെൻസിലെടുക്കാത്തത്? ഒക്കെ എനിക്ക് മനസ്സിലാവും അങ്കിൾ. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ പ്രപ്പോസലിൽ നിന്നും മാളവിക ഇപ്പോൾ പിന്മാറുന്നത് എന്നോടുള്ള താല്പര്യ കുറവ് കൊണ്ടോ അതോ മറ്റാരോടുള്ള താല്പര്യം കൂടുതലുണ്ടോ? അരുൺ, താനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നു എന്നതിൻ്റെ കാരണം അങ്കിളിന് വ്യക്തമായിട്ട് അറിയാം. ഒരിക്കൽ അതേപ്പറ്റി ഞാൻ അങ്കിളിനോട് സൂചിപ്പിച്ചതുമാണ്. ജോബിൻ്റെ കാര്യമാണ് അരുൺ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾ ആരാണെന്നും ഞങ്ങളുടെ ഫാമിലിയുമായുള്ള ബന്ധം എന്താണെന്നും ഒക്കെ അരുണിനോട് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനപ്പുറം അരുൺ ഇനി എന്താ അറിയേണ്ടത്? ആ ഡോക്ടർ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണെന്നും മാളവികയെ ഡിപ്രഷനിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ അയാൾ നടത്തിയ ശ്രമങ്ങളും ഒക്കെ എനിക്ക് അറിയാമെങ്കിൽ, പക്ഷെ അയാളും മാളവികയും തമ്മിൽ വെറും ഒരു ഡോക്ടർ പേഷ്യന്റ് ബന്ധമാണ് എന്നാണ് അങ്കിൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സോറി, അത് വിശ്വസിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം കോളേജ് ടൈമിലും അല്ലാത്തപ്പോഴും അവരെ രണ്ടുപേരെയും ഞാൻ പല സ്ഥലത്ത് വെച്ചും പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാൻ ഞാനൊരു മണ്ടനൊന്നുമല്ല. അരുൺ, ഇനഫ്. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ മുഷിയേണ്ടി വരും. ജോബിനും മാളുവും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടിയുള്ളതാ. അതിന് അരുൺ ഇത്ര വറീഡാവേണ്ട കാര്യം എന്താ? സോറി, ഞാൻ മാളവികയെ കുറ്റപ്പെടുത്തിയതല്ല അങ്കിൾ. എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ അങ്കിൾ, ഇനി എനിക്കൊന്നും പറയാനില്ല, പോട്ടെ. അരുൺ, ഒരു മിനിറ്റ്. അരുൺ ഇപ്പം എന്നെ തിരക്കി വന്നില്ലായിരുന്നെങ്കിലും അരുണിനെ ഞാനൊന്ന് കാണാതിരിക്കുകയായിരുന്നു. അരുണിന് മാളവിയോടുള്ള സ്നേഹവും സോഫ്റ്റ് കോർണറും ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ പേരിൽ മാളുവിനെ പരിധി വിട്ട് നിയന്ത്രിക്കാനും ശാസിക്കാനുമൊക്കെ അരുൺ ശ്രമിക്കുന്നത്
അത്ര നല്ലതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പ്രത്യേകിച്ച് അതൊരു ഭീഷണിയിലെ ലെവലിലേക്ക് വളരുന്നത്. ജോബിനുമായിട്ട് അവളെ ഒരുമിച്ച് കണ്ടതിൻ്റെ പേരിൽ താൻ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നോ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്നറിഞ്ഞു. അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചുമ്മാത്ത തമാശയ്ക്ക് പറഞ്ഞതാവോ അല്ലേ? എന്നാൽ ഇനി അത്തരം തമാശക്കളികളൊന്നും വേണ്ട. അരുണിനെ പോലെ വിദ്യാഭ്യാസവും സംസ്കാരവും മാന്യതയും ഉള്ള ഒരാൾക്ക് ചേർന്ന തമാശയല്ലത്. അതുകൊണ്ട് ഇത്തരം വില കുറഞ്ഞ തമാശകൾ അരുണിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മനസ്സിലായോ? ഐ എം സോറി അങ്കിൾ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാ. വേണമെങ്കിൽ ഞാൻ മാളവികയോട് സോറി പറയാം. ഹേയ്, തൽക്കാലം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അരുണിന്റെ ഭാഗത്തു നിന്നും ഇനി ഇതുപോലൊന്നും ആവർത്തിക്കാതിരുന്നാൽ മതി. ശരി ശരി, അരുൺ പൊയ്ക്കോളൂ. വെയിറ്റ് ചെയ്തിരുന്ന് ബോറടിച്ചോ? ഉത്തരം സത്യസന്ധമാവണമെന്ന് ഡോക്ടർക്ക് നിർബന്ധമുണ്ടെങ്കിൽ ലേശം ബോറടിച്ചു എന്ന് തന്നെ പറയാം. പിന്നെ തിരിച്ചു വന്നിട്ട് വലിയ അത്യാവശ്യമൊന്നും ഇല്ലാത്ത കാരണം കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാന്ന് വെച്ചു. സോറിയടോ, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ ഒരു എമർജൻസി കേസ് വന്നത്. അതാ ലേറ്റ് ആയത്. അതുകൊട്ടെ, എന്തിനാ അയാൾ കാണണമെന്ന് പറഞ്ഞത്? ഡോക്ടർ അരവിന്ദിന്റെ ഭാഗത്തുനിന്ന് പിന്നെ എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടായോ? ഇല്ല, അന്ന് അമ്മയായിട്ട് പോയി കണ്ടതല്ലാതെ വേറെ ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായില്ല. ഞാൻ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞത് ചെറിയൊരു സഹായം ആവശ്യപ്പെടാൻ വേണ്ടിട്ടാ. ബുദ്ധിമുട്ടാവില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? ഓൾവേസ് അറ്റ് യുവർ സർവീസ്. ധൈര്യമായിട്ട് പറഞ്ഞോ.